ഇന്നത്തെ വീഡിയോയിൽ ഔറംഗസീബിനെ കുറിച്ച് പറയുകയാണ്. ഔറംഗസീബിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഏറ്റവും അവസാനത്തെ മുഗൾ ചക്രവർത്തി ആയിരുന്നു ആര്? ഔറംഗസീബ്. ഏറ്റവും അവസാനത്തെ മുഗൾ ചക്രവർത്തി ആയിരുന്നു ഔറംഗസീബ്. നമുക്കൊക്കെ അറിയാം, ഔറംഗസീബ് ഷാജഹാന്റെ മകനാണ്. ഷാജഹാനു ശേഷം അധികാരത്തിൽ വന്ന മുഗൾ ചക്രവർത്തിയും ആര് തന്നെയാണ്? ഔറംഗസീബ് തന്നെയാണ്. ഷാജഹാനു ശേഷം അധികാരത്തിൽ വന്ന മുഗൾ ചക്രവർത്തി ആൻസർ എന്താണ്? ഔറംഗസീബാണ്. ഔറംഗസീബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1658 നടന്ന സമുഗാൾ യുദ്ധത്തിലൂടെ തൻ്റെ ജ്യേഷ്ഠനായ ദാരയെ പരാജയപ്പെടുത്തുകയും അധികാരത്തിലേറുകയും ചെയ്തു. ഓർത്തു ചൂടുക, 1658 നടന്ന സമുഗാൾ യുദ്ധത്തിൽ തൻ്റെ ജ്യേഷ്ഠനായ ദാരയെ പരാജയപ്പെടുത്തി ഔറംഗസീബ് അധികാരത്തിലേറുകയുണ്ടായി. ഔറംഗസീബിനെ കുറിച്ച് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. നിഷ്ഠൂരനായ മുഗൾ ചക്രവർത്തി ആരാണ്? ഔറംഗസീബാണ്. നിഷ്ഠൂരൻ എന്ന പദം ധൂരനും മുകളിലാണ്. നിഷ്ഠൂരനായ മുഗൾ ചക്രവർത്തി ഔറംഗസീബ്. അതുപോലെ തന്നെ തൻ്റെ പിതാവായ ഷാജഹാനെ പിതാവിൻ്റെ മരണം വരെ ആഗ്രയിലെ തടവിൽ പാർപ്പിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ഔറംഗസീബാണ്. പിതാവായ ഷാജഹാനെ ആഗ്രയിലെ തടവിൽ പാർപ്പിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ഔറംഗസീബ്. പിതാവായ ഷാജഹാനോട് യാതൊരു അനുരഞ്ജനത്തിനും ആര് തയ്യാറായില്ല? ഔറംഗസീബ് തയ്യാറായില്ല. അതുപോലെ ഔറംഗസീബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിഷ്ഠൂരനായ മുഗൾ ചക്രവർത്തി ജീവിക്കുന്ന സന്യാസി എന്നറിയപ്പെടുന്നു. സിന്ദാപ്പീർ എന്നൊക്കെ അറിയപ്പെടുന്ന മുഗൾ ചക്രവർത്തി ആരാണ്? ഔറംഗസീബാണ്. സിന്ദാപ്പീർ എന്ന് പറഞ്ഞാലും ജീവിക്കുന്ന സന്യാസി എന്ന് തന്നെയാണ്. അദ്ദേഹം വളരെ ലളിതമായ ജീവിതശൈലിയാണ് അവലംബിച്ചത് കേട്ടോ. അദ്ദേഹം മുഗൾ ചക്രവർത്തി ആയിരുന്നിട്ട് കൂടി സ്വന്തം ഉപജീവനത്തിനുള്ള മാർഗം കണ്ടെത്തിയത് തൊപ്പി തുന്നി കിട്ടുന്ന പൈസ കൊണ്ടാണ് അദ്ദേഹം ഉപജീവനത്തിനുള്ള മാർഗം കണ്ടെത്തിയിരുന്നത്. ഔറംഗസീബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം ആലംഗീർ എന്നറിയപ്പെടുന്ന മുഗൾ ചക്രവർത്തി ആരാണ്? ഔറംഗസീബാണ്. ആലംഗീർ എന്നറിയപ്പെടുന്ന മുഗൾ ചക്രവർത്തി ഔറംഗസീബ്. ആലംഗീർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രപഞ്ചത്തെ കീഴടക്കിയവൻ എന്നാണ് ആലംഗീർ എന്ന വാക്കിന്റെ അർത്ഥം. അതുപോലെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഔറംഗസീബ് കടൽ കൊള്ളക്കാരിൽ നിന്നും മോചിതമാക്കിയ ദ്വീപ്, പിടിച്ചെടുത്ത ദ്വീപുണ്ട്, സന്ദീപ് ദ്വീപ്. ഔറംഗസീബ് കടൽ കൊള്ളക്കാരിൽ നിന്നും പിടിച്ചെടുത്ത ദ്വീപാണ് സന്ദീപ് ദ്വീപ്. ഓർത്ത് വെച്ചോളുക, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതുപോലെ ശിവജിയുടെ സമകാലികനായ മുഗൾ ചക്രവർത്തി ഔറംഗസീബാണ്. ശിവജിയുടെ സമകാലികനായ മുഗൾ ചക്രവർത്തിയാണ് ഔറംഗസീബ്. അതുപോലെ ശിവജിയുടെ പുത്രനായ സംഭാജിയെ വധിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ഔറംഗസീബ്. ശിവജിയുടെ പുത്രനായ സംഭാജിയെ ആര് വധിക്കുകയുണ്ടായി? ഔറംഗസീബ് വധിക്കുകയുണ്ടായി. അതുപോലെ സിഖുകാരുടെ 9ാമത്തെ ഗുരുവായ തേജ് ബഹദൂറിനെ വധിച്ച മുഗൾ ചക്രവർത്തി. സിഖുകാരുടെ 9ാമത്തെ ഗുരുവായ തേജ് ബഹദൂറിനെ ആര് വധിക്കുകയുണ്ടായി? ഔറംഗസീബ് ചക്രവർത്തി വധിക്കുകയുണ്ടായി. അതുപോലെ വിദേശ ശക്തികൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന മുഗൾ ചക്രവർത്തി ഔറംഗസീബ്. ചക്രവർത്തിയാണ് ആര്? ഔറംഗസീബ്. അതുപോലെ പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്ന ബീബി കാ മക്ബറ പണികഴിപ്പിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ഔറംഗസീബ്. ബീബി കാ മക്ബറ പണികഴിപ്പിച്ചത് ആരാണ്? ഔറംഗസീബാണ്. അതുപോലെ താജ് ഓഫ് ഡെക്കാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് എന്തിനാണ്? ബീബി കാ മക്ബറയാണ്. ബീബി കാ മക്ബറ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. അതുപോലെ തന്നെ പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നു ബീബി കാ മക്ബറ. അതുപോലെ ജസിയ എന്ന നികുതി പുനരാരംഭിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ഔറംഗസീബാണ്. തൻ്റെ കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും നിരോധിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ഔറംഗസീബാണ്. കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും ഒക്കെ ആര് നിരോധിക്കുകയുണ്ടായി? ഔറംഗസീബ് നിരോധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നൗറൂസ് ഉത്സവം നിരോധിച്ച മുഗൾ ചക്രവർത്തി. ഇറാനിയക്കാരുടെ ഉത്സവമാണ് നൗറൂസ് ഉത്സവം. ഈ നൗറൂസ് ഉത്സവം നിരോധിച്ചത് ആരെന്ന് ചോദിച്ചാലാണ്? ഔറംഗസീബാണ്. അതുപോലെ നൗറൂസ് ഉത്സവം ഇന്ന് പാഴ്സി മതക്കാരൊക്കെ ആഘോഷിക്കാറുണ്ട്. നൗറൂസ് ഉത്സവം നിരോധിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ഔറംഗസീബാണ്.
അതുപോലെ തന്നെ ഔറംഗസീബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഔറംഗസീബിൻ്റെ ശവകുടീരം എവിടെയാണ്? ദൗലത്താബാദ്. എവിടെയാണ്? ദൗലത്താബാദിലാണ്. അതുപോലെ ശിവജിയുടെ സമകാലികനായ സംഭാജിയെ ആര് വധിക്കുകയുണ്ടായി? ഔറംഗസീബ് വധിക്കുകയുണ്ടായി. ശിവജിയുടെ സമകാലികനല്ല, ശിവജിയുടെ പുത്രനായ സംഭാജിയെ ആര് വധിക്കുകയുണ്ടായി? ഔറംഗസീബ് വധിക്കുകയുണ്ടായി. അതുപോലെ അദ്ദേഹം മതവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വളരെ കണിശക്കാരനായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നിഷ്ഠൂർണമായ മൂർച്ചപ്രവൃത്തിയാണ് കേട്ടോ. തെറ്റുകളൊക്കെ ചെയ്താൽ ശിക്ഷിക്കുന്നതിലൊന്നും അദ്ദേഹം ഒട്ടും കുറവ് വരുത്തില്ല. വളരെ കർക്കശക്കാരനായ ഒരു മുഗൾ ചക്രവർത്തിയായിരുന്നു ഔറംഗസീബ്. അതുപോലെ വിദേശ ശക്തികൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന മുഗൾ ചക്രവർത്തി ഔറംഗസീബ്. നടത്തിയ ഒട്ടുമിക്ക യുദ്ധങ്ങളും വിജയിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ഔറംഗസീബാണ്. അതുപോലെ തന്നെ ഔറംഗസീബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു സന്യാസിയുടേതായ ജീവിതമാണ് അവലംബിച്ചിരുന്നത്. അതുപോലെ തന്നെ മുഹമ്മദ് നബിയുടെ സ്വപ്നദർശനമുണ്ടായി എന്ന് പറയപ്പെടുന്നത് ആർക്കാണെന്നറിയാമോ? ഔറംഗസീബിനാണ്. ഇദ്ദേഹത്തിന് മുഹമ്മദ് നബിയുടെ സ്വപ്നദർശനം ഉണ്ടായി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള പ്രസിദ്ധനായ മുഗൾ ചക്രവർത്തിയാണ് ഔറംഗസീബ്. ഔറംഗസീബിൻ്റെ ശവകുടീരം എവിടെയാണ്? ദൗലത്താബാദ്. എവിടെയാണ്? ദൗലത്താബാദ്. നമ്മൾ ഷാജഹാനെ കുറിച്ച് ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി. ഷാജഹാന്റെ ഭരണകാലത്തെ മാർബിളിൻ്റെ ഭരണകാലം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? പേഴ്സി ബ്രൗൺ ആണ്. ആരാണ്? പേഴ്സി ബ്രൗൺ ആണ്. അതുപോലെ ഷാജഹാനെ അതുപോലെ ഓർത്ത് വെച്ചുകൊടുക്കുക. അക്ബർ സ്ഥാപിച്ച പുതിയ മതം ഏതാണ്? ദിൻ ഇലാഹി. അക്ബർ സ്ഥാപിച്ച പുതിയ മതം ഏതാണ്? ദിൻ ഇലാഹി. ദിൻ ഇലാഹി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉദാത്തമായ ഏകദൈവ വിശ്വാസം.